ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. തെലുങ്കിൽ പുരാണ കഥകളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സൂപ്പർ ഹീറോ യൂണിവേഴ്സിന് തുടക്കം കുറിച്ച സംവിധായകനാണ് പ്രശാന്ത് വർമ്മ. അദ്ദേഹം ഒരു മോഹൻലാൽ ചിത്രം സംവിധാനം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നൊരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2024 പുറത്തുവന്ന ഹനുമാൻ എന്ന സിനിമയ്ക്ക് ലഭിച്ച ദേശീയ അവാർഡ് വാങ്ങുന്നതിനിടയിലാണ് ഈ വിവരം പ്രശാന്ത് വർമ്മ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഹനുമാനിലൂടെ ആരംഭിച്ചു വെച്ച സിനിമാറ്റിക് യൂണിവേഴ്സിൽ ജയ് ഹനുമാൻ, സിംബ, മഹാകാളി എന്നീ സിനിമകളാണ് ഇനി വരാനുള്ളത്. ഈ സിനിമകൾക്ക് ശേഷം ഇതേ യൂണിവേഴ്സിൽ ലാലേട്ടന് മൊത്തൊരു സിനിമ ചെയ്യണമെന്നാണ് പ്രശാന്ത് വർമ്മയുടെ ആഗ്രഹമായി പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഈ യൂണിവേഴ്സിൽ അടുത്ത റിലീസായി വരാനിരിക്കുന്ന ജയ് ഹനുമാനിൽ ഋഷഭ് ഷെട്ടിയാണ് നായകനായിട്ട് എത്തുക. അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത് നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് മധുവിധു. ഷൈലോക്ക്, മധുരമനോഹര മോഹം, പെറ്റ് ഡിറ്റക്റ്റീവ് തുടങ്ങിയ സിനിമകൾക്ക് തിരക്കഥയൊരുക്കിയ ബിപിൻ മോഹനും ജയ് വിഷ്ണുവും ചേർന്ന് തിരക്കഥയൊരുക്കുന്ന മധുവിധുവിൽ ഷറഫുദ്ദീൻ, ബിന്ദു പണിക്കരുടെ മകൾ കല്യാണി പണിക്കർ, ജഗദീഷ്, സായികുമാർ തുടങ്ങി വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. നവാഗതനായ വിഷ്ണു അരവിന്ദ് സംവിധാനം ചെയ്യുന്ന മധുവിധുവിന് മ്യൂസിക് ഒരുക്കുന്നത് ഹിഷാം അബ്ദുൽ വഹാബാണ്. ചിത്രം ഈ വർഷം അവസാനത്തോടുകൂടി റിലീസിനെത്തും. പ്രദീപ് രംഗനാഥൻ, മബിത ബൈജു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ കീർത്തീശ്വരൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഡൂഡ്. നിലവിൽ ഇപ്പോൾ റിലീസിന് തയ്യാറായിരിക്കുന്ന ഡൂഡിന്റെ ഓൺലൈൻ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. ഈ വരുന്ന ഒക്ടോബർ 17 തീയതി ദീപാവലി റിലീസായി ഡൂഡ് തിയേറ്ററുകളിലേക്ക് എത്തും. കന്നഡത്തിൽ നിന്നും റീസെന്റായി തിയേറ്ററുകളിലേക്ക് എത്തി വലിയൊരു വിജയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാന്റസി അഡ്വഞ്ചർ മിത്തോളജിക്കൽ സിനിമയാണല്ലോ കാന്താര ചാപ്റ്റർ 1. ചിത്രം റിലീസിനെത്തി 14 ദിവസങ്ങൾ പിന്നിടുമ്പോൾ കർണാടകയിൽ ചിത്രം ഒരു ചരിത്ര നേട്ടം കുറിച്ചിരിക്കുകയാണ്. അതായത് ഇതുവരെ കർണാടകയിൽ മാത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ അത് KGF ചാപ്റ്റർ 2 ആയിരുന്നു. അതും 165 കോടി രൂപ. ഇന്നിപ്പോൾ കാന്താര ചാപ്റ്റർ 1 കർണാടകയിലെ KGF ചാപ്റ്റർ 2ന്റെ കളക്ഷൻ മറികടന്ന് കാന്താര 2 ഇപ്പോൾ കർണാടകയിൽ ഇൻഡസ്ട്രി ഹിറ്റ് വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. കർണാടകയിലെ മാത്രം കാന്താര 2ന്റെ കളക്ഷൻ 200 കോടിയിലേക്കും എത്തപ്പെട്ടു കഴിഞ്ഞു. ഇനി കാന്താര ചാപ്റ്റർ 1 സിനിമയുടെ 14 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നും മാത്രം കാന്താര 2 14 ദിവസങ്ങൾ കൊണ്ട് 47 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 680 കോടി രൂപയിലേക്കും കാന്താര ചാപ്റ്റർ 1ന്റെ കളക്ഷൻ എത്തപ്പെട്ടു കഴിഞ്ഞു. വിഷ്ണു വിശാൽ നായകനായിട്ടെത്തുന്ന ഏറ്റവും പുതിയ സൈക്കോ ത്രില്ലർ ചിത്രമാണ് ആര്യൻ. സിനിമയുടെ ഒഫീഷ്യൽ ടീസർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നവാഗതനായ പ്രവീൺ കെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ആര്യന്റെ ടീസർ മികച്ചു നിൽക്കുന്നു. മേക്കിംഗ് ക്വാളിറ്റി, പശ്ചാത്തല സംഗീതം, വിഷ്ണു വിശാലിന്റെ പെർഫോമൻസ്, അങ്ങനെ ആകെ മൊത്തത്തിൽ മറ്റൊരു രാക്ഷസൻ സിനിമയാവുമോ ആര്യൻ എന്നൊരു സൂചന ഈ ഒരു ടീസർ സമ്മാനിക്കുന്നുണ്ട്. വിഷ്ണു വിശാലിനൊപ്പം സെൽവരാഘവൻ, ശ്രദ്ധ ശ്രീനാഥ്, വാണി കപൂർ തുടങ്ങി വലിയൊരു താരനിര ഒന്നിക്കുന്ന ആര്യന് മ്യൂസിക് ഒരുക്കുന്നത് സാംസിയസ് ആണ്. ചിത്രം വരുന്ന ഒക്ടോബർ 31 തീയതി റിലീസിനെത്തും. ധനുഷ് നായകനായും സംവിധായകനുമായി എത്തി തിയേറ്ററുകളിൽ പരാജയമായി മാറിയ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഇഡ്ലിക്കടൈ. ചിത്രം ഇപ്പോൾ OTT റിലീസിലേക്ക് കടക്കുകയാണ്. ഏതാണ്ട് 42 കോടി രൂപയ്ക്ക് നെറ്റ്ഫ്ലിക്സ് ആണ് ഇഡ്ലിക്കടയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വരുന്ന ഒക്ടോബർ 29 മുതൽ ഇഡ്ലിക്കടൈ നെറ്റ്ഫ്ലിക്സിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയ്ക്ക് ശേഷം ബാഹുൽ രമേഷിന്റെ തിരക്കഥയിൽ സന്ദീപിനെ നായകനാക്കി ദിഞ്ചി തയ്യത്താൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് എക്കോ. ചിത്രത്തിന്റെ ഭാഗത്തുനിന്നും ഒരു പോസ്റ്റർ ഇന്നലെ മൂവി ടീം പുറത്തുവിട്ടിരുന്നു. മലയാള സിനിമകളിൽ അത്ര പരിചിതമല്ലാത്ത ഒരു തരം പോസ്റ്ററാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ വരുന്ന നവംബർ മാസം പകുതിയോടുകൂടി എക്കോ റിലീസിനെത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. ആരാധ്യ സ്റ്റുഡിയോസിന് വേണ്ടി MRK ജയറാമാണ് എക്കോ നിർമ്മിക്കുന്നത്. ഷറഫുദ്ദീൻ, അനുപമ പരമേശ്വരൻ, രഞ്ജി പണിക്കർ, വിനയ് ഫോർട്ട്, വിനായകൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ പെറ്റ് ഡിറ്റക്റ്റീവ്. ചിത്രത്തിന്റെ ഓൺലൈൻ ബുക്കിംഗ് എല്ലാം തന്നെ ഇന്നലെ 7 മണി മുതൽ ഓപ്പൺ ആയിട്ടുണ്ട്. നാളെ മുതൽ പെറ്റ് ഡിറ്റക്റ്റീവിന്റെ പ്രദർശനം തിയേറ്ററുകളിൽ ആരംഭിക്കും. തെലുങ്കിൽ നിന്നും പവൻ കല്യാൺ നായകനായിട്ടെത്തിയ OG സിനിമയുടെ OTT റിലീസ് അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 60 കോടി രൂപയോളം നൽകി നെറ്റ്ഫ്ലിക്സ് ആണ് OGയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ വരുന്ന ഒക്ടോബർ 23 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ OG OTT സ്ട്രീമിംഗ് ആരംഭിക്കും. മെഗാസ്റ്റാർ മമ്മൂട്ടി, അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹൊറർ ചിത്രമാണല്ലോ ഭ്രമയുഗം. നിരൂപകരിൽ നിന്നും മികച്ച അഭിപ്രായങ്ങളും ഒപ്പം തന്നെ തിയേറ്ററുകളിൽ വലിയ വിജയമായി മാറിയ രാഹുൽ സദാശിവൻ ചിത്രം ഭ്രമയുഗം കളർ പ്രിന്റിൽ 4K അറ്റ്മോസ് മികവോടെ വീണ്ടും റിലീസിനൊരുങ്ങുന്നതായി ഒരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കാത്തിരുന്നറിയാം ഭ്രമയുഗം എന്ന ചിത്രം കളറിൽ കാണാനാവുമോ എന്ന്. രാവണപ്രഭു എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും ഒരു മോഹൻലാൽ ചിത്രം റീ റിലീസിനൊരുങ്ങുന്നു. 2012 സച്ചിയുടെ തിരക്കഥയിൽ ജോഷി സംവിധാനം ചെയ്ത് ലാലേട്ടൻ, അമല പോൾ, ബിജു മേനോൻ, സായികുമാർ തുടങ്ങി വലിയൊരു താരനിര ഭാഗമായിട്ടെത്തിയ റൺ ബേബി റൺ എന്ന പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയാണ് റീ റിലീസിനൊരുങ്ങുന്നത്. ചിത്രത്തിന്റെ റീ റിലീസ് പ്രഖ്യാപനം ഒരു 4K ട്രെയിലർ മുഖേന ഈ വരുന്ന ഒക്ടോബർ 20 തീയതി ദീപാവലി ദിനത്തിൽ പുറത്തുവരും. അടുത്ത അപ്ഡേറ്റുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതുപോലുള്ള ഏറ്റവും പുതിയ സിനിമാ വാർത്തകൾ എത്രയും വേഗത്തിൽ നിങ്ങളിലേക്ക് എത്തുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക. മെഗാസ്റ്റാർ മമ്മൂട്ടിയെ നായകനാക്കി ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ഒരു ക്രൈം ത്രില്ലർ ഡ്രാമ മൂവിയാണല്ലോ കളങ്കാവൽ. പല ആവർത്തി റിലീസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടും പിന്നീട് റിലീസ് മാറ്റിവെച്ച കളങ്കാവലിന്റെ ഏറ്റവും പുതിയ റിലീസ് അപ്ഡേറ്റ് ന്യൂസ് എന്തെന്നാൽ നിലവിൽ പാട്രിയേറ്റിന്റെ ഷൂട്ടിംഗ് വർക്കുകളിലാണ് മമ്മൂക്കി ഉള്ളത്. അതിനിടയിൽ നവംബർ മാസം പകുതിയോടുകൂടി അദ്ദേഹം കേരളത്തിൽ
മലയാളത്തിലേക്ക് തിരിച്ചെത്തി കളങ്കാവലിന്റെ പ്രൊമോഷൻ പരിപാടികൾ നടത്തിയ ശേഷം വരുന്ന നവംബർ മാസം അവസാനമോ ഡിസംബർ മാസത്തിന്റെ തുടക്കത്തിലോ ആവും കളങ്കാവൽ റിലീസിനെത്തുകയെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ചില യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒരുക്കിയിരിക്കുന്ന കളങ്കാവലിൽ മമ്മൂട്ടിക്കൊപ്പം വിനായകൻ, രജിഷ വിജയൻ, ഗായത്രി അരുൺ, മീര ജാസ്മിൻ തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തും. സൂര്യയെ നായകനാക്കി RJ ബാലാജി സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ സിനിമയാണ് കറുപ്പ്. നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന കറുപ്പിൽ സൂര്യയ്ക്കൊപ്പം തൃഷ, ഇന്ദ്രൻസ്, നട്ടി നടരാജൻ, യോഗി ബാബു, സ്വാസിക തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിലെത്തും. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം കറുപ്പ് എന്ന സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ റിലീസിനെത്തുന്നു. ഈ വിവരം ഇപ്പോൾ പുറത്തു പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിന്റെ പ്രൊഡ്യൂസറായ SR പ്രഭു തന്നെയാണ്. ഇതിനൊപ്പം തന്നെ കറുപ്പ് സിനിമയുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 2026 മാർച്ച് 15-ാം തീയതി കറുപ്പ് റിലീസിനെത്തിക്കാനുള്ള തീരുമാനത്തിൽ ചിത്രത്തിന്റെ തിയേറ്റർ ചാർട്ടിംഗ് ആരംഭിച്ചെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കാത്തിരിക്കാം മൂവി ടീമിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി. ഹോളിവുഡിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള ഒരു ഹൊറർ ഫാന്റസി ത്രില്ലർ സിനിമ സീരീസ് ആണ് ഇറ്റ്. 2017-ലും 2019-ലുമായി 2 സിനിമകളും 1990-ൽ ഒരു TV സീരീസും ഇതുവരെ ഇറ്റിന്റേതായി പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് പിന്നാലെ സ്റ്റീഫൻ കിങ്ങിന്റെ ഒരു കോമിക്കിനെ അടിസ്ഥാനമാക്കി ഇറ്റ് സിനിമകളുടെ ഒറിജിൻ സ്റ്റോറി പറയുന്ന ഒരു വെബ് സീരീസ് അണിയറയിൽ ഒരുങ്ങുന്നുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇറ്റിന്റെ മുൻ സിനിമകളുടെ സംവിധായകനായ ആൻഡി മുസ്റ്റേറ്റിയാണ് ഈ ഒരു സീരീസും സംവിധാനം ചെയ്യുക. മമ്മൂക്ക, ലാലേട്ടൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് പാട്രിയേറ്റ്. മമ്മൂക്കയ്ക്കും ലാലേട്ടനും പുറമെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി, ദർശന രാജേന്ദ്രൻ തുടങ്ങിയവരും പങ്കാളികളാവുന്ന പാട്രിയേറ്റിന്റെ ഏറ്റവും പുതിയ ഷെഡ്യൂൾ ചിത്രീകരണം ഇന്നു മുതൽ UK-യിൽ വെച്ച് ആരംഭിച്ചിട്ടുണ്ട്. മമ്മൂക്ക, ചാക്കോച്ചൻ, ദർശന രാജേന്ദ്രൻ, നയൻതാര തുടങ്ങിയവരാണ് UK ഷെഡ്യൂളിൽ പങ്കെടുക്കുന്നത്. ഏകദേശം 2 മാസം നീണ്ട ചിത്രീകരണം പാട്രിയേറ്റിന് UK-യിൽ ഉണ്ടാവും. ഇതിൽ 40 ദിവസത്തെ ഷൂട്ടിൽ മമ്മൂക്ക പങ്കാളിയാകുമെന്നും പറയപ്പെടുന്നു. ആൻഡോ ജോസഫ് പ്രൊഡക്ഷൻ കമ്പനിക്ക് വേണ്ടി ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന പാട്രിയേറ്റ് 2026 വിഷു റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. കൂലി എന്ന ചിത്രത്തോടെ ലോകേഷ് കനകരാജിനെ കാണാനില്ല, അദ്ദേഹം സോഷ്യൽ മീഡിയ ഉപേക്ഷിച്ചു എന്ന തരത്തിലൊക്കെ നിരവധി ട്രോളുകളാണ് സോഷ്യൽ മീഡിയ വഴി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നൊരു തമിഴ് മാധ്യമം പുറത്തുവിട്ട ന്യൂസ് എന്തെന്നാൽ ലോകേഷ് എവിടെയും പോയിട്ടില്ല, കൂലിയിൽ സംഭവിച്ച തെറ്റുകൾ തിരുത്തി കൈദി 2 തന്നെ അദ്ദേഹം സംവിധാനം ചെയ്യാനുള്ള തീരുമാനത്തിലാണുള്ളത്. മാത്രമല്ല വരുന്ന ഡിസംബറിൽ കൈദി 2ന്റെ ചിത്രീകരണം ആരംഭിക്കും. ഇതിന്റെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം നവംബർ മാസം പുറത്തു വരുമെന്നും തമിഴിലെ പ്രമുഖ മാധ്യമമായ ദിനമലർ എന്ന പത്രത്തിൽ ഇന്ന് വന്നിട്ടുള്ള വാർത്തകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്.